പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു ചിരട്ടയും പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ഗാർഡൻ ഹൗസ് ആണ്. നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു മഷ്റൂം ഹൗസ്. അപ്പൊ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ് വേണ്ടത്. ചെറിയ ബോട്ടിൽ ഇല്ലെങ്കിൽ വലിയ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ചിരട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നമ്മളൊരു സാൻഡ് പേപ്പറും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ആ നാരും മറ്റു കാര്യങ്ങളൊക്കെ കളഞ്ഞ് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അക്രലിക് പെയിന്റ് വൈറ്റ് കളർ എടുത്തിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഫസ്റ്റ് കോട്ട് കൊടുക്കാം. ഈ രീതിയിൽ വൈറ്റ് കളർ ഫസ്റ്റ് കോട്ടായി കൊടുത്തതിന് ശേഷം നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ കളറിന് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അതുപോലെ ഈ ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ ഈ വൈറ്റ് കളർ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കോട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ചിരട്ടയുടെ മുകളിൽ ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മഷ്റൂമിൻ്റെ മേൽഭാഗം, ആ ഒരു അംബ്രല്ലയായിട്ട് വരുന്നത്. അപ്പോൾ ഈ പോർഷനിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്യണത്. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലും ഞാൻ ഫാബ്രിക് കളർ യെല്ലോ കളർ ഉപയോഗിച്ചിട്ടാണ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റെഡിൻ്റെ സ്ട്രോക്കും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇതും നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാം. അതിനുശേഷം നമുക്കൊരു വൈറ്റ് കളർ ഉപയോഗിച്ച്, വൈറ്റ് അക്രലിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ ഡോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്തരം മഷ്റൂമിൻ്റെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഡോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോ ബോട്ടിലിൻ്റെ മുകളിൽ ചെറിയ ഡോറും മറ്റ് ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു മിനിയേച്ചർ മഷ്റൂം ഹൗസാണ് ക്രിയേറ്റ് ചെയ്യണത്. ഒരു വീടിന് എന്തൊക്കെ ഉണ്ടാവും, ഡോറ് അതുപോലെ വിൻഡോസ്, അതൊക്കെ നമുക്ക് ഇതിലും വരച്ചു കൊടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിലും കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മഷ്റൂം ഹൗസ് അടിപൊളിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ അടുത്ത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം വെക്കാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിൽ ഡയറക്റ്റ് വെള്ളം വരാത്ത ഒരു ഏരിയയിലായിട്ട് ഈ ഒരു മഷ്റൂം ഹൗസ് സെറ്റ് ചെയ്യാം. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രലിക് കളറാണ് യൂസ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളം ആയാലൊന്നും ഈ ഒരു പെയിൻറ്റ് ഇളകി പോവില്ല. അപ്പോൾ കുറേ കാലം നമുക്കിത് ഈട് നിൽക്കും. ഡയറക്റ്റ് മഴയൊന്നും കൊള്ളാത്ത ഏരിയയിലാണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ ഇത് കുറേ കാലം നിലനിൽക്കും. അപ്പോൾ അത് ഇതുപോലത്തെ രണ്ട് മെറ്റീരിയൽസും പിന്നെ കുറച്ച് കളർ ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഗുഡ് ബൈ. you